സോ ഹായ് ഗൈസ്, വെൽക്കം ടു അറേന ടോക്ക് സീരീസ്. സോ ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓഫീസിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആൻഡ് വിഷൻ നിങ്ങൾക്ക് ഒരു ടോക്ക് സീരീസിലൂടെ ഷെയർ ചെയ്യാനാണ്. സോ ഐ എം ആർക്കിടെക്ട് അഭിമന്യു ഫ്രം ഇൻസ് അറേന ബിൽഡേഴ്സ് ആൻഡ് ടുഡേ വി ഹാവ് അവർ MD രതീഷ് സാർ വിത്ത് us. So sir, 15 plus successful completed years and 150 plus completed projects. So ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നും സാറിന് ഒരു ക്ലയൻറ്റ് നമ്മളൊരു ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ ആ ഒരു ടീമിനെ സമീപിക്കുമ്പോൾ അവർക്ക് ട്രസ്റ്റ് വർത്തി ആക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് പാലിക്കേണ്ടത് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്നാൽ നമ്മൾ എന്ത് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഫസ്റ്റിലും സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സ് നോക്കി നമ്മൾ ഇപ്പോൾ പ്ലോട്ടിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലോട്ട് സൈറ്റ് ക്ലിയർ ചെയ്ത് അവർക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ, വെൽഡ് അങ്ങനെയുള്ള സർവീസുകൾ നമ്മൾ ചെയ്യും. പിന്നെ ഡിസൈൻ മുതൽ ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പിന്നെ നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 10 years ഒക്കെ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ട്. നമുക്ക് കൂടുതലും മലയാളീസ് ആണ്. പിന്നെ നമ്മൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പ്ലാസ്റ്റിക്കിനായാലും ഈ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് ആ ചേഞ്ചസിനനുസരിച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് സിമെൻറ്റ്, പിന്നെ കോൺക്രീറ്റിംഗ് ഗ്രേഡ്, അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി നമുക്കുണ്ട്. പിന്നെ നമുക്ക് മെയിൻലി കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അതനുസരിച്ചുള്ള കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കും. ആ കസ്റ്റമൈസേഷൻ എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കി ഒരു ബിൽഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു പാക്കേജ് കൊടുക്കും. ആ പാക്കേജിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാക്ട് അതിനെ പണിത് കൊടുക്കും. പക്ഷേ ഇൻ കേസ് അവരുടെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അവർക്ക് മാറ്റിയാലോ എന്നുള്ളൊരു ചിന്ത എന്തായാലും ഒരു ക്ലയൻറ്റിനുണ്ടാവും. സോ ആ ഒരു കസ്റ്റമൈസേഷന് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ക്ലയൻറ്റിന് നമ്മൾ കൊടുക്കുന്നൊരു അല്ലെങ്കിൽ ഒരു ഫ്രീഡം ആണെന്നുണ്ടെങ്കിലും അതെങ്ങനെയാണെന്നുള്ളത് സാറൊന്ന്. നമുക്കെന്ന് വെച്ചാൽ ഈ കസ്റ്റമർക്ക് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചാലും എല്ലാ മെറ്റീരിയലും നമ്മൾ കസ്റ്റമറോട് ഡിസ്കസ് ചെയ്തിട്ട് ഒന്നിച്ച് പോയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ പല കസ്റ്റമേഴ്സിനുണ്ട് ഇത് നല്ല ക്വാളിറ്റി ചെയ്യുമോ, ഇതിപ്പോൾ ചില ബ്രാൻഡ് ഉണ്ട് പ്രത്യേകിച്ച് വയറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ചിലരുടെ ഇത് വരാറുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഒറിജിനൽ സാധനങ്ങൾ കസ്റ്റമറുടെ ഇഷ്ടത്തിന് ഒന്നിച്ച് പോയാൽ പർച്ചേസ് ചെയ്യണം. അപ്പോൾ കസ്റ്റമർക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. പിന്നെ നമ്മളുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് എല്ലാ സൊല്യൂഷനും നമ്മുടെ അടുത്തുണ്ട്. അതായത് ഡിസൈനിങ്ങിന് നല്ല ആർക്കിടെക്ട്സ് ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ്, ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്, പിന്നെ ലേബേഴ്സ് തന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പിന്നെ എന്തിനും നമുക്ക് എനി ടൈം കസ്റ്റമർ കോൾ ചെയ്താൽ നമ്മൾ അതിൻ്റെ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നെ CCTV അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ നമ്മളൊരു മുന്നത്തെ ഒരു കൺസ്ട്രക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടത് ചെയ്യും. അതിന് നമ്മുടേതായിട്ടുള്ള ഒരു ക്ലയൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ട് എല്ലാവരും നമ്മൾ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ ഈ നേരത്തെ സാർ പറഞ്ഞ ഇലക്ട്രിസിറ്റി ആണെങ്കിലും വാട്ടർ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ അതെല്ലാം അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ആളായിട്ട് നമ്മുടെ വീട് വഹിക്കുന്ന പോലെയാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെന്നുള്ളത് ക്ലിയർ ആണ്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ വർക്കേഴ്സിൻ്റെ കാര്യത്തിലാണ് പിന്നെ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയത്. അപ്പോൾ കുറേ സ്പെഷ്യാലിറ്റികളുണ്ട്. അതിലൊന്ന് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞത്. കാരണം ഒരു ഓഫീസിലാണെന്നുണ്ടെങ്കിലും അവിടെ ഡിസൈനിങ്ങിനും സൂപ്പർവൈസിങ്ങിനായിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടാവും. ബാക്കിയുള്ള ലേബേഴ്സ് എന്ന് പറയുന്നത് അതായത് ലൊക്കാലിറ്റിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതായിരിക്കും. ബട്ട് സാറ് ഇതേ വർക്കേഴ്സിന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ 10+ എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് നമ്മുടെ കമ്പനിക്ക് നമ്മുടെ ഒപ്പം നിന്നുള്ള എക്സ്പീരിയൻസ് ആണ്. സോ അവരൊപ്പം നിർത്താനായിട്ടുള്ള ആ ഒരു മോട്ടീവ് അല്ലെങ്കിൽ അത് അത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. വർക്കേഴ്സ് ആരായാലും എന്തായാലും വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി എങ്ങനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളതൊന്ന്. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ഡിസൈനിങ്ങും നല്ലൊരു മെറ്റീരിയലും സൈറ്റിൽ എത്തിച്ചിട്ട് കാര്യമില്ല. അത് എക്സിക്യൂഷൻ ചെയ്ത് നല്ല രീതിയിൽ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വർക്കേഴ്സും ലേബേഴ്സും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 10 to 15 years ആയി ഞാൻ ഈ ഫീൽഡിൽ ഏറെക്കുറെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സ് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏത് സൈറ്റിലായാലും ലോങ് ആയാലും നമ്മുടെ ടീം അവിടെ പോയിട്ടാണ് ചെയ്യുക. അല്ലാണ്ട് പുതിയ ലേബേഴ്സിനെ ആഡ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മൾ ലോങ് സൈറ്റ് ആയിട്ടാണെങ്കിൽ അവിടെ പോയി താമസിച്ച് വർക്ക് ചെയ്യാന്നുള്ള ഒരു ഇതില് ചിലവരെന്താ വെച്ചാൽ പലരും അതാത് ഏരിയയിലുള്ളവർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കും. നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ടീമുണ്ട്, എന്നാലാണ് നമുക്ക് നല്ലൊരു പ്രൊജക്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓൺഗോയിങ് ആയിട്ട് ഇത്രയും പ്രൊജക്റ്റുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തലവേന പറയുക എന്നുള്ളത് മാത്രമല്ല, കൊടുക്കുന്ന വർക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാനായിട്ട് ഒരു നല്ല ടീം ഉള്ളപ്പോഴാണ് പറ്റാറ്. നമുക്ക് ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ നമ്മൾ സൈറ്റിൽ എത്തിച്ചിട്ട് കാര്യമില്ല. അത് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ല വർക്കേഴ്സ് വേണം. അപ്പോൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള മേസണറി അങ്ങനെയുള്ള എല്ലാ ടീമും നമ്മുടെ കയ്യിലുണ്ട്. അവർ 10 years എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ കൂടെ അവർ നിന്നിട്ട്. സോ ഈ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ കൊടുക്കുന്ന വർക്കിന്റെ ക്വാളിറ്റി
അതിനെ ഒരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മളിപ്പോൾ ഈ വർക്കേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതുള്ളത്. സോ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഓഫീസിനൊരു മിഷൻ ആൻഡ് വിഷൻ എന്നുള്ള രീതിക്ക് ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം. സോ ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മളെന്ന് വെച്ചാൽ കുറേ വർക്കുകൾ ഇങ്ങനെ എടുക്കാറില്ല. നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള വർക്ക് അത് നല്ല രീതിയിൽ നമ്മൾ ഗ്യാരണ്ടിയോടുകൂടി ചെയ്തു കൊടുക്കുന്നു. കുറേ പ്രൊജക്റ്റുകളല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് പ്രൊജക്റ്റ് അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. കീ ഹാൻഡ് ഓവർ ചെയ്താലും നമ്മളുടെ ഒരു സപ്പോർട്ട് ലൈഫ് ലോങ് ഉണ്ടാവും. സോ ഒരു ഡിസൈനിനെ നമ്മളൊരു ക്വാളിറ്റി ഡിസൈൻ കളിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഡിസൈൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിഷ്വലി ആ ഡിസൈൻ മാത്രം ഓക്കെ ആയ പോരാ. അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഫിനിഷസ് അതിലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് ആ ഡിസൈൻ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ സ്പേസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ടാവുക. സോ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ മെറ്റീരിയൽ സെലക്ഷൻ ആണെങ്കിലും മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ബ്രിക്കായാലും ലംസാൻഡ് അങ്ങനെയുള്ള സിമെൻറ്റ്, സ്റ്റീൽ ഇതൊക്കെ നമ്മൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമേ നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുള്ളൂ. അപ്പോൾ ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്രിക്ക് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും. സാൻഡ് ആയാലും നമ്മൾ നോക്കും, സൈറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള സാൻഡാണോ വരുന്നത് നോക്കും. അതല്ലാത്തത് നമ്മൾ സൈറ്റിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കില്ല. എറണാകുളത്ത് ഒരു പ്രൊജക്ട് നടക്കണം, നമുക്ക് അവിടെ നല്ല ക്വാളിറ്റി സിമെൻറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ബ്രിക്ക് കിട്ടുന്നില്ല വെച്ചാൽ നമ്മൾ ചിലപ്പോൾ തൃശ്ശൂരിന് വരെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ നോക്കണത് അവിടെ ക്വാളിറ്റിയാണ് നോക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രൊജക്റ്റും ആ ടൈപ്പ് പ്രൊജക്റ്റാണ്. നമ്മളൊരു ലക്ഷറി പ്രീമിയം കാറ്റഗറിയിലുള്ള പ്രൊജക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി എന്തായാലും നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയെങ്കിൽ അടുത്ത സ്ഥലത്ത് നമ്മൾ അത് എത്തിക്കും. അത് കുറച്ച് ഡിസ്റ്റൻസ് കൂടിയാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല, അത് ഗ്യാരണ്ടിയാണ്. കാരണം നമ്മളിപ്പോൾ ഇത്ര കാലം ഈ ഒരു 10 above years പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റിയുടെ പേരിൽ തന്നെയാണ്. കസ്റ്റമറുടെ നല്ല റിവ്യൂ കിട്ടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സോ സാർ ഇപ്പോൾ മെൻഷൻ ചെയ്ത പോലെ ലക്ഷറി ആൻഡ് പ്രീമിയം ആ കാറ്റഗറിയിലുള്ള പ്രൊജക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, എന്നാലും നമ്മുടെ വ്യൂവേഴ്സിനെ അറിയാൻ വേണ്ടി ആ ഒരു ഇതിൻ്റെ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പാക്കേജസ് എങ്ങനെയാണെന്നുള്ളത്, അതിലെന്താണ് ഇൻക്ലൂഡ് ആവുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കെന്ന് വെച്ചാൽ 3 പാക്കേജാണ് വരുന്നത്. നമ്മൾ ഒരു ക്ലയൻറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ 3 പാക്കേജിൻ്റെ ഇത് പറയും. ബേസിക്, ലക്ഷറി, പ്രീമിയം എന്നുള്ളൊരു കാറ്റഗറിയാണ്. ഇനി നമുക്ക് ഈ 3 പാക്കേജും കസ്റ്റമറുടെ ഇഷ്ടമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം, മെറ്റീരിയൽ ചൂസ് ചെയ്യാം. പക്ഷെ നമ്മളൊരു പാക്കേജ് പറയണമെന്ന് മാത്രം. ഈ പാക്കേജിൽ നമുക്ക് ലക്ഷറി പ്രീമിയം കാറ്റഗറിയിൽ ആർക്കിടെക്റ്റിന്റെ ഡിസൈൻ തൊട്ട് കംപ്ലീഷൻ വരെയുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ബാങ്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ലോണിനുള്ള പേപ്പർ വർക്ക് അങ്ങനെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ആ ഒരു പോയിന്റാണ് നമ്മൾ ആദ്യമത്തെ പറയുന്നത്. ഇപ്പം ഈ ബാങ്ക് ലോണിന്റെ കേസാണെങ്കിലും അതെല്ലാവരും പേഴ്സണലി ചെയ്യേണ്ടതാണ്. നമ്മളാണെങ്കിലും മുന്നേക്കെ കൺസ്ട്രക്ഷൻ വർക്ക്സ് കണ്ടിട്ടുള്ളതാണെങ്കിലും ഈ ഒരു ഇതിലാണ്. ഈ ഇലക്ട്രിക്കലെ വാട്ടറിന്റെ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നത് ക്ലയൻസ് അല്ലെങ്കിൽ ആരുടെയാണോ വീട് അവരുടെ തന്നെയായിരിക്കും. നമ്മൾ കൺസ്ട്രക്ഷൻ സെറ്റ് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയായിരിക്കും. ബട്ട് നമ്മൾ നമ്മുടെ വർക്കാന്നുള്ള രീതിക്ക് എടുത്തിട്ടാണ് അത് എല്ലാതും കംപ്ലീറ്റ് ചെയ്യുന്നത്. അതും ഈ പറയുന്ന ഈ പാക്കേജിൽ തന്നെയായിട്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ബിസി ആയിട്ടുള്ള ക്ലയൻസ് ആയിരിക്കും, പല കാര്യങ്ങളും എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സൈറ്റിൽ ഒരു കുറച്ച് മരങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും അവർക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കും. അത് നമ്മളുടെ സ്കോപ്പിൽ പെട്ടതല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഒരു രീതിയിൽ ആ ക്ലയൻറ്റിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു സർവീസ് കിട്ടുമ്പോൾ തന്നെ ക്ലയൻസിന് ഒരു നമ്മളായിട്ടൊരു കണക്ഷൻ, ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുള്ളതായിരിക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മൾ കീ ഹാൻഡ് ഓവർ ചെയ്താലും നമ്മളുടെ എനി ടൈം നമ്മൾ കോൺടാക്ട് ചെയ്താലും നമ്മൾ അതിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മളത് ഉടനെ സൊല്യൂഷൻ ചെയ്ത് കൊടുത്തിരിക്കും. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തൊരു പോയിന്റ് ആയിരുന്നു, ദൂരെയുള്ള സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കേഴ്സ് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. സോ ഏതൊക്കെ ലൊക്കേഷനിലാണ് നമ്മൾ വർക്ക്സ് മെയിനായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവില്ല. നമ്മൾ മെയിൻലി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, എറണാകുളം, കോട്ടയം അങ്ങനെയുള്ള ഏരിയകളിൽ. പിന്നെ പ്രൊജക്റ്റിനനുസരിച്ചിട്ട് പ്രൊജക്റ്റ് വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് എവിടെയും ചെയ്യും. ഓൾ കേരള എന്നുള്ള രീതിക്ക് നമുക്ക് ചെയ്യാം. സോ നമ്മൾ ഇന്നിവിടെ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ലൈക്ക് എ ടോക്ക് സീരീസ്. സോ ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പബ്ലിക്കുമായിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ട്രാൻസ്പെറൻസി കൂട്ടാന്നുള്ള ഉദ്ദേശത്തിലാണ്. സോ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലും നമ്മുടെ ഡിസൈനിങ് ഫീൽഡിലും ഉള്ള കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സും ബാക്കി നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മളിതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ until the next video, bye. Insar and our builders, where luxury meets trust and every home is built with your satisfaction in mind.